നമസ്കാരം. മലയാളി വാർത്ത ആനുകാലികത്തിലേക്ക് സ്വാഗതം. പ്രതിരോധ രംഗത്ത് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒട്ടനവധി കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. പ്രതിരോധ അപ്ഡേറ്റാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനായി നമ്മോടൊപ്പം ശ്രീ അനിൽ വെണ്ണിയൂർ സാറുണ്ട്. അദ്ദേഹം പ്രതിരോധ രംഗത്തെ നിരീക്ഷകനാണ്. സാർ നമസ്കാരം. നമസ്കാരം. ഈ ബംഗാൾ ഉൾക്കടലിൽ പാകിസ്ഥാൻ്റെ സാന്നിധ്യമുണ്ടാകാൻ പോകുന്നു എന്നൊരു വാർത്ത നമ്മൾ കേട്ടിരുന്നു. അതോടൊപ്പം തന്നെ പാകിസ്ഥാൻ ഇന്ത്യയെ ലക്ഷ്യം വെച്ചുകൊണ്ട് പുതിയ ഹങ്കോർ ക്ലാസ് അന്തർവാഹിനികൾ നിർമ്മിച്ചിറക്കുന്നുണ്ട്. അതിൽ ആദ്യമായി അവർക്ക് കിട്ടിയ അതിനെ നേരെ ഇന്ത്യയുടെ തൊട്ടടുത്തുള്ള കൊളംബോ തുറമുഖത്തിൽ എത്തിച്ച് ഇന്ത്യയെ പ്രകോപിപ്പിക്കുകയും ചെയ്തു. അപ്പോൾ ഇതിന് മറുപടിയായി ഇന്ത്യൻ നേവിയുടെ ഒരുക്കങ്ങൾ എന്തെല്ലാമായിരിക്കും? ഇപ്പം നേവൽ ത്രെഡ്സുകളെന്ന് അപേക്ഷിച്ച് നോക്കുമ്പോഴത്തേക്ക് പാകിസ്ഥാൻ നേവിക്ക് ഇന്ത്യക്ക് വലിയ ത്രെട്ടുകളൊന്നും ഇതുവരെ ചെയ്യാൻ സാധിച്ചിട്ടില്ല ചരിത്രത്തിൽ. അത് സംഭവിക്കുന്ന ഒരു കാര്യമല്ല. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൽ തന്നെ ഇന്ത്യൻ നേവി ആകെ ഫ്രസ്ട്രേറ്റഡ് ആയിട്ടിരിക്കുകയാണ്. കാര്യം അവരുടെ അടുത്ത് ഒന്നും ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കമാൻഡ് അവർക്ക് കിട്ടിയിട്ടില്ല. അപ്പോൾ അവരൊരു ഒരു വീഡിയോ ഇറക്കിയായിരുന്നു. അവർ ദേഷ്യമൊക്കെ തീർത്തുകൊണ്ട് ഗവൺമെൻറ്റിനോടുള്ള ദേഷ്യം അവർക്ക് ദേഷ്യമല്ല, ആ ഫ്രസ്ട്രേഷനാണ്. ആ ഫ്രസ്ട്രേഷൻ തീർക്കാൻ വേണ്ടിയിട്ട് അവരൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് മനസ്സിലായ കാര്യം, ഈ പറയുന്ന പോലെ കടിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരു നായ നമ്മൾ കെട്ടിയിടുമ്പോഴത്തേക്ക് അതിനുണ്ടാകുന്ന ഒരു വൈരാഗ്യം ഉണ്ടാവും, എങ്ങനെയെങ്കിലും പൊട്ടിച്ചിട്ട് പോകാനുള്ള. അപ്പം ഇന്ത്യൻ നേവി അങ്ങനെയാണ്. കാര്യം ഈ യുദ്ധത്തിൽ ആർമിയും എയർഫോഴ്സും അവരുടെ റോളുകൾ വളരെ ഭംഗിയായിട്ട് ചെയ്യുകയും അതിനേക്കാളും പ്രിപ്പയർനെസ്സിൽ നമുക്കെപ്പോഴും ഏറ്റവും കൂടുതൽ നമുക്ക് ഉള്ളത് നേവൽ ബൗണ്ടറിയാണ് നമുക്കുള്ളത്. അപ്പോൾ നമുക്കുള്ള നേവൽ ബൗണ്ടറിയിൽ നമ്മൾ ലോകത്തെ ഏറ്റവും വേൾഡ് ക്ലാസ് നേവികളിലൊന്നുമാണ്. എങ്കിൽ പോലും നമുക്കൊന്നും ചെയ്യാൻ പറ്റാതെ ഇരുന്നപ്പോഴത്തേക്ക് നേവിയുടെ കമാൻഡർമാർക്കും എല്ലാവർക്കും ഭയങ്കരമായിട്ടുള്ള ഒരു നിരാശയും ഒരു നിരാശാബോധം അവർക്കും പെട്ടെന്നുണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം പാകിസ്ഥാനെക്കാളും കൂടുതൽ കാര്യങ്ങൾ നടക്കുന്നത് ബംഗാൾ ഉൾക്കടലിലാണ്. നമുക്ക് കൂടുതലും ശ്രദ്ധിക്കേണ്ടത്. കാര്യം അവിടെ നമ്മുടെ ശത്രുക്കളുടെ ഒരു കൂട്ടായ്മയുണ്ട്. അതിനകത്ത് നമ്മുടെ ശ്രീലങ്കയുണ്ട്, ബംഗ്ലാദേശുണ്ട്, ബംഗ്ലാദേശ് വഴി ഇടപെടുന്ന ചൈനയുമുണ്ട്. ഇപ്പോൾ ചൈന ലോകത്ത് മൊത്തത്തിൽ ഒരു നേവൽ സാന്നിധ്യമുള്ള ഒരു രാജ്യമാണ് ചൈന. അവർ പറയുന്ന ലോകത്തുള്ള എല്ലാ കടലും അവരുടേതാണ്, എല്ലാ കടലിൽ കിടക്കുന്ന ദ്വീപുകളും അവരുടേതാണ്. ആ രീതിയിലാണ് അവർ 60ഓളം രാജ്യങ്ങളുമായിട്ട് അതിർത്തി തർക്കങ്ങളുള്ള ഒരു രാജ്യമാണ് ചൈന എന്ന് പറയുമ്പോഴത്തേക്ക് മനസ്സിലാക്കുക. അവർ ഇന്ത്യയിലോട്ട് കടന്നു കയറാൻ വേണ്ടിയിട്ട്, ഇന്ത്യൻ മഹാസമുദ്രത്തിലോട്ട്, ബംഗാൾ ഉൾക്കടലിലോട്ട് കടന്നു കയറാൻ വേണ്ടിയിട്ട്, ഇന്ത്യയെ പ്രകോപിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ പരമാവധി ശ്രമിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇന്ത്യ ന്യൂക്ലിയർ സബ്മറൈൻസിന് വേണ്ടിയിട്ട് ഒരു INS വർഷ എന്നും പറഞ്ഞുകൊണ്ട് ഇത് വലിയൊരു പ്രൊജക്റ്റാണ്. 20 സ്ക്വയർ കിലോമീറ്ററാണ് അതിൻ്റെ വിസ്തീർണം. കാര്യം നമ്മുടെ ഈ ആണവ അന്തർവാഹിനികളെല്ലാം സുരക്ഷിതമായിട്ട് കടലിനടിയിലല്ല, കടലിനടിയിലുള്ള കരയ്ക്കടിയിൽ സൂക്ഷിക്കുന്ന രീതിയിലുള്ള വിമാനത്തിൻ്റെ ഹാങ്ങർ നമ്മൾ വെളിയിൽ ചെയ്യുന്ന മാതിരി ഈ സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്സിന് വേണ്ടിയിട്ടും നമ്മൾ ഒരു അന്തർവാഹിനികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു അടിയിൽ, ഭൂമിക്കടിയിൽ ഒരു ബേസ് ഉണ്ടാക്കി വെച്ചേക്കുകയാണ്. അതായത് കടലിൻ്റെ അടിത്തട്ടിനടിയിൽ, കടലിൻ്റെ അടിത്തട്ടിൽ, എന്നാലും ഭൂമിക്കടിയിലുമാണ്. അതിൻ്റെ അടിയിലും, അതെ, ഭൂമിക്കടിയിലുമാണ്, എന്നാൽ കടലിനടിയിലുമാണ്. അപ്പോൾ നമുക്ക് അത്രയും ഒരു ഏറ്റവും കൂടുതൽ സുരക്ഷ നമ്മൾ ഒരുക്കിയിരിക്കുന്നത് വിശാഖപട്ടണത്താണ്. വിശാഖപട്ടണം ബംഗാൾ ഉൾക്കടലിലേക്കാണല്ലോ തുറക്കുന്നത്. അവിടെ നമ്മൾ ഒരുക്കിയിരിക്കുന്ന കാര്യം, ഒന്ന് പാകിസ്ഥാന് പെട്ടെന്ന് ആ സൈഡിൽ നിന്ന് ആക്രമിക്കാൻ പറ്റത്തില്ല. മാത്രമല്ല, ഈ മാറുന്ന ലോകക്രമത്തിൽ ഡിഫൻസിൻ്റെ രംഗത്ത്, പ്രത്യേകിച്ചും ഓപ്പറേഷൻ സിന്ദൂറിന് മുമ്പും സിന്ദൂറിന് ശേഷവും നമ്മൾ രണ്ടായിട്ട് ഡിവൈഡ് ചെയ്യുകയാണെങ്കിൽ, ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം പാകിസ്ഥാൻ നമ്മൾ കരുതുന്ന രീതിയിലുള്ള ഒരു എയർ പവറോ ഒരു നേവൽ പവറോ ഒരു ആർമി പവറോ അല്ല എന്നുള്ള കാര്യം നമ്മൾ തെളിയിച്ച ഒരു സാഹചര്യമാണ്. കാര്യം അവർക്ക് പ്രതിരോധിക്കാൻ പോലും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ഷിഫ്റ്റ് പാകിസ്ഥാനിൽ നിന്ന് മാറി നമ്മളൊരു ലുക്ക് ടുവേർഡ്സ് ചൈന എന്നുള്ള ഒരു ഷിഫ്റ്റിലോട്ട് നമ്മൾ മാറി. എയർ ബേസസ് ആയാലും നമ്മുടെ റഫാലുകളിൽ കൂടുതലും നമ്മൾ ഡിപ്ലോയ് ചെയ്തിരിക്കുന്നത് ചൈനീസ് ബോർഡറുകളിലാണ്. പാകിസ്ഥാന് വെറും ബ്രഹ്മോസ് മാത്രം മതി എന്നുള്ള ഒരു കണക്കിലാണ് നമ്മളിപ്പോൾ ഇന്ത്യ പോകുന്നതെന്ന് വേണം നമ്മൾ മനസ്സിലാക്കാൻ. അവർക്ക് വിമാനങ്ങളുടെയും ഫൈറ്റേഴ്സിൻ്റെ ഒന്നും ആവശ്യമില്ല, ബ്രഹ്മോസുകൾ മാത്രം
മതി എന്നാണ് അവരുടെ. പാകിസ്ഥാൻ ഇത്രയൊക്കെ മതി, പിള്ളേർക്കിത് മതി എന്ന് പറയുമ്പോൾ പാകിസ്ഥാൻ ഇത്രയൊക്കെ മതി എന്നാണ് നമ്മൾ നോക്കുന്നത്. കാര്യം മറുഭാഗത്ത് ചൈന ഇന്ത്യൻ ബംഗാൾ ഉൾക്കടലിലേക്കും ഇന്ത്യൻ സമുദ്ര തീരത്തേക്കുമുള്ള അവരുടെ പ്രസൻസ് ഒരുപാട് കൂട്ടിയിരിക്കുന്നു. അപ്പോൾ ഇന്നിപ്പോൾ നമ്മളെ പ്രധാനപ്പെട്ട ഇന്നലത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ INS മഹേന്ദ്രഗിരി നമ്മൾ കമ്മീഷൻ ചെയ്ത ദിവസമാണ്. അത് 4 വർഷമായിട്ട് കടലിലുണ്ട്, പക്ഷേ ഒഫീഷ്യലി ഇന്നലെയാണ് അത് കമ്മീഷൻ ചെയ്യുന്നത്. കാര്യം അതിന് ഒത്തിരി കപ്പാസിറ്റീസ് ഉള്ള നമ്മുടെ 7 ന്യൂക്ലിയർ ഫ്രിഗേറ്റ്സ് നമ്മൾ ഉണ്ടാക്കുന്നുണ്ട്. പ്രൊജക്റ്റ് 17A എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റിൽ ഏകദേശം 45,000 കോടി രൂപയാണ് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ വകയെത്തിയിരിക്കുന്നത്. അതിൽ അവസാനത്തത് ഒരെണ്ണം കൂടെ ഉണ്ട്, അത് പണി തീർന്നുകൊണ്ടിരിക്കുന്നു. ഇത് 6ാമത്തത് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഈ 6 ന്യൂക്ലിയർ ഫ്രിഗേറ്റ്സ് നമ്മൾ ചെയ്തിരിക്കുന്നത് കഴിഞ്ഞ 18 മാസത്തിന് ഉള്ളിലാണെന്ന് നമ്മൾ മനസ്സിലാക്കണം. നമ്മൾ ബസ്സൊക്കെ നിർമ്മിക്കുന്ന അതേ ലാഘവത്തോടെ അതേ സ്പീഡിൽ ഇത്രയും കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ പറ്റുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ആ ഡിഫൻസിൻ്റെ പ്രൊഡക്ഷൻ രംഗത്തുള്ള നമ്മുടെ ഇന്ത്യയുടെ ആ ഒരു ത്വര ഭയങ്കരമായിട്ട് വളരെ ത്വരിതഗതിയിൽ നമ്മൾ പോകുന്നുണ്ട്. അപ്പോൾ ഈ INS മഹേന്ദ്രഗിരിയുടെ പ്രത്യേകത, INS മഹേന്ദ്രഗിരി പടക്കപ്പലാണ് അതോ അന്തർവാഹിനിയാണോ? അല്ല, പടക്കപ്പല, ന്യൂക്ലിയർ ഫ്രിഗേറ്റ്സ് ആണ്. അപ്പോൾ അതിന് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് പിന്നെ ബ്രഹ്മോസ് ക്യാരി ചെയ്യാനുള്ള ഒരു കപ്പാസിറ്റിയും കൂടെ ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അത് നമ്മുടെ ചൈന ഉയർത്തുന്ന വെല്ലുവിളികൾക്കൊക്കെ ഉള്ള ഒരു മറുപടിയാണ് നമ്മുടെ ഈ 7 പ്രൊജക്ട് 17A എന്ന് പറയുന്ന 7 ഫ്രിഗേറ്റുകളുടെ ഒരു നിരയെന്ന് പറയുന്നത്. അപ്പം അതിനെ നീൽഗിരി ക്ലാസ് എന്നാണ് പറയുന്നത്. അതിൽ ആദ്യത്തെ നീൽഗിരി ആയിരുന്നു, അപ്പോൾ പിന്നെ അറിയപ്പെടുന്നത് നീൽഗിരി ക്ലാസ് എന്നാണ് അറിയപ്പെടുന്നത്. അപ്പോൾ അത് ഇനി 7ാമത്തതാണ്. 7ാമത്തത് വരാൻ പോകുന്നു. അത് 18 മാസം കഴിഞ്ഞു. ഇനി അടുത്ത ഒരു 2-3 മാസം ഈ 2026 തന്നെ അവസാനത്തും കൂടെ കംപ്ലീറ്റ് ചെയ്യാനുള്ള ഒരു പ്രൊജക്റ്റിലാണ് നമ്മൾ പോകുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഇന്നലെ നമ്മൾ ഈ നമ്മുടെ മോംഗ്ല പോർട്ട് ഇന്ത്യക്ക് വേണ്ടിയിട്ട് 2025 ഇയർമാർക്ക് ചെയ്തിരുന്നു ബംഗ്ലാദേശ്. പക്ഷേ ഈ ഷെയ്ഖ് ഹസീനയുടെ ആ ഒരു ഭരണവും നമ്മുടെ അവിടുത്തെ പ്രധാനമന്ത്രി ഇന്ത്യയിലേക്ക് വന്നതൊക്കെ പ്രമാണിച്ച് അവർ ഈ ഒരു ഷിഫ്റ്റ്, ഒരു ആൻറ്റി ഇന്ത്യ ഷിഫ്റ്റ് അവിടെ ബംഗ്ലാദേശ് പൂർണ്ണമായും മാറിയെന്ന് മാത്രമല്ല, ഈ സമയത്ത് നമ്മൾ വളരെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുന്നത് ബംഗ്ലാദേശിൻ്റെ കൂടെ പാകിസ്ഥാൻ വളരെ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഒരു ആഫ്റ്റർ എഫക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ബംഗ്ലാദേശിനെ ഏത് രീതിയിലും സപ്പോർട്ട് ചെയ്യാനും ഇന്ത്യയെ മറ്റു തരത്തിൽ ആക്രമിക്കാനും, അതായത് നേരിട്ട് ആക്രമിക്കാൻ പറ്റുന്നില്ലെങ്കിൽ വളഞ്ഞു ചുറ്റി ആക്രമിക്കുക എന്നുള്ള രീതിയിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് വഴി, ഞാൻ മറ്റൊരു സിനിമയിൽ പറഞ്ഞില്ല, ഞാൻ ചെങ്കീരിയുമായിട്ട് വരാമെന്ന് പറഞ്ഞല്ലോ, ഞാൻ ചൈനയും കൊണ്ട് ബംഗാൾ ഉൾക്കടലിൽ കൂടെ വന്നിട്ട് നിങ്ങൾ ആക്രമിക്കും എന്നുള്ള രീതിയിൽ ഏകദേശം ISIയുടെ യൂണിറ്റുകൾ തന്നെ ഏകദേശം ഇപ്പം ബംഗ്ലാദേശിൽ പ്രവർത്തിച്ചു വരുന്നു. ഇപ്പം ISIയുടെ ചീഫ് ബംഗ്ലാദേശ് സന്ദർശിച്ചിരുന്നു. അപ്പോൾ അവരുടെ ഏറ്റവും കൂടുതൽ ത്രസ്റ്റ് അവർ കൊടുക്കുന്നത് ബംഗ്ലാദേശിനാണ്. ബംഗ്ലാദേശിലെ ഈ തീവ്രവാദി സാന്നിധ്യം വളരെ കൂടുതലാണ്. മാത്രമല്ല പാകിസ്ഥാനിലുണ്ടായിരുന്ന തീവ്രവാദി ക്യാമ്പുകൾ കംപ്ലീറ്റ് അവർ ബംഗ്ലാദേശിലോട്ട് മാറ്റി സ്ഥാപിക്കുന്ന ഒരു രീതിയിലാണ്. അപ്പോൾ ഇന്ത്യ പ്രധാനമന്ത്രി പല പ്രാവശ്യം പറഞ്ഞ മാതിരി ടെററിസ്റ്റ് ക്യാമ്പുകൾക്കെതിരെ നമ്മുടെ 0 ടോളറൻസ് ആണ് മനസ്സിലാക്കി കഴിഞ്ഞു. ഇതിനെ ആക്രമിക്കുന്നതിനെ ആരും ലോകത്ത് അപലപിച്ചിട്ടില്ല എന്നുള്ളത്. തുർക്കി പോയിട്ട് വേറെ ആരും ഈ ടെററിസ്റ്റ് ക്യാമ്പുകളെ ആക്രമിച്ചതിനെ ആരും അപലപിച്ചിട്ട് പോലും, ചൈന പോലും അപലപിച്ചിട്ടില്ല എന്നുള്ളതാണ് രസം. ഈ INS മഹേന്ദ്രഗിരിയുടെ വരവ് അത് ഈ പറയുന്ന പോലെ പാകിസ്ഥാൻ്റെയും ചൈനയുടെയും ബംഗ്ലാദേശിൻ്റെയും ഒക്കെ സംയുക്ത നീക്കങ്ങളെ ചെറുക്കാൻ പ്രാപ്തിയുള്ളതാക്കുമോ ഇന്ത്യൻ നേവിയെ? അല്ല, ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ 3 ത്രെട്ടുകളും നമ്മളിപ്പം കോമൺ ആയിട്ടാണ് കാണുന്നത്. ചൈനയും ബംഗ്ലാദേശും പാകിസ്ഥാനും കൂടെ നമ്മുടെ കോമൺ എനിമി എന്നുള്ള ലിസ്റ്റാണ്. നേരത്തെ നമ്മൾ ബംഗ്ലാദേശുമായിട്ടുള്ള അതിർത്തികൾ പോലും നമ്മൾ കറക്റ്റായിട്ട് ഡിമാർക്കേറ്റ് ചെയ്യുകയോ അവിടെ വേലികൾ സ്ഥാപിക്കുകയോ അല്ലെങ്കിൽ അവിടെ ഒരു വലിയൊരു സർവൈലൻസ് പോലും നമ്മൾ ചെയ്തില്ലായിരുന്നു. അപ്പോൾ ബംഗ്ലാദേശിനെ നമ്മൾ ആ ഒരു ശത്രുരാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ കണക്കാക്കിയിട്ടില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഉള്ള സാഹചര്യങ്ങൾ അനുസരിച്ചിട്ട് അവരുടെ ചൈനയുമായിട്ടുള്ള ഒരു പ്രോ ചൈന സ്റ്റാൻസ് വന്നതും അവിടെ ഈ ഭരണകൂടത്തെ അട്ടിമറിച്ചതും എല്ലാം കൂടെ ചേരുമ്പോഴത്തേക്ക് നമ്മുടെ പ്രയോറിറ്റീസ് മാറുന്നുണ്ട്, നമ്മുടെ സമീപനങ്ങൾ മാറുന്നുണ്ട്. അതിനനുസരിച്ചിട്ട് നേരത്തെ നമ്മുടെ ഈ INS വർഷമൊക്കെ നമ്മൾ രൂപീകരിച്ചത് നമ്മുടെ സേഫ്റ്റിയും കൂടെ കണക്കാക്കിയിട്ടാണ്. പക്ഷേ അതിപ്പോൾ വേറൊരു തരത്തിൽ നമുക്ക് ഗുണമായിട്ട് വന്നിരിക്കുന്നു. ഈ ബംഗാൾ ഉൾക്കടലിലെ ഏത് നീക്കവും കൃത്യസമയത്ത് നമുക്ക് മനസ്സിലാക്കാനും കൃത്യമായ തിരിച്ചടി കൊടുക്കാനുമുള്ള
സംവിധാനം ഇന്ത്യ രൂപീകരിച്ചു വരുന്നുണ്ട്. സെൻസറുകളും മറ്റും സെൻസറുകളും കാര്യം നേരത്തെ നോർത്ത് ഈസ്റ്റിൽ ഇന്ത്യയുടെ ഡിഫൻസിൻ്റെ സിസ്റ്റത്തിനകത്ത് നോർത്ത് ഈസ്റ്റിൽ നമ്മൾ വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 10 വർഷത്തിന് മുമ്പ് വരെ നോർത്ത് ഈസ്റ്റ് ഒരു വലിയൊരു ത്രെട്ടായിട്ട് നമ്മൾ കണക്കാക്കിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏറ്റവും വലിയ ത്രെട്ടായിട്ട് കണക്കാക്കുന്നത് ബംഗാൾ ഉൾക്കടലാണ്. കാര്യം ശത്രു സാന്നിധ്യം ഏത് സമയത്തും വരാം, ഏത് ഭാഗത്തുനിന്നും നമുക്ക് അറ്റാക്ക് വരാം. മുമ്പ് നമ്മുടെ 71 വാറിൽ നമുക്ക് സംഭവിച്ചതായിരുന്നു. നമ്മൾ നേവിയെ നമ്മൾ കാര്യമായിട്ട് എടുത്തില്ല. അമേരിക്ക 7ാം കപ്പൽപ്പട അയക്കാൻ ശ്രമിച്ചപ്പോഴത്തേക്ക് പിന്നെ നമ്മൾ ആ സമയത്ത് നമ്മൾ റഷ്യയുടെ സഹായം വേണ്ടി വന്നു. കാര്യം ആ കടലിൽ നമ്മൾ അത്രയും പ്രതീക്ഷിച്ചില്ല. അമേരിക്ക പോലുള്ള രാജ്യം ഇന്ത്യക്കെതിരായിട്ട് വരുമെന്നും പാകിസ്ഥാന് വേണ്ടിയിട്ട് സംസാരിക്കുമെന്നൊന്നും നമ്മൾ ഒരിക്കലും വിചാരിച്ചില്ല. അപ്പോൾ ആ അപ്രതീക്ഷിതമായ യുദ്ധത്തിൽ ഇങ്ങനെ അപ്രതീക്ഷിതമായ ട്വിസ്റ്റുകളുണ്ടല്ലോ. ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂർ വന്നപ്പോഴത്തേക്ക് നമ്മൾ ഒരിക്കലും ശത്രു രാജ്യമായിട്ട് കണക്കാക്കാതിരുന്ന ഈവൻ ഇന്ത്യയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായ എയർപോർട്ടുകളിലേക്ക് ഓവറാളിങ്ങും MRO ഒക്കെ ചെയ്തുകൊണ്ടിരുന്ന തുർക്കിയെ നമ്മൾ ഒരിക്കലും ഒരു ശത്രു രാജ്യമായിട്ട് ചിന്തിച്ചിട്ട് പോലുമില്ല. പക്ഷേ യുദ്ധം വന്നപ്പോഴത്തേക്ക് നമ്മുടെ പ്രയോറിറ്റീസ് കംപ്ലീറ്റ് മാറി. അതേപോലെ അമേരിക്കയുമായിട്ടുള്ള ഇന്ത്യയുടെ പഴയ സ്റ്റാൻഡ് നെഹ്റുവൻ ചിന്താഗതി മാറിയത് 7ാം കപ്പൽപ്പട വന്നതോടെയാണ് നമ്മൾ അമേരിക്കയുമായിട്ടുള്ള ഒരു ചിന്താഗതി മാറ്റിയത്. അപ്പോൾ ഇതും ഈ ഒരു ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ പുതിയ ശത്രുക്കൾ ഉദയം കൊള്ളുന്നു, അവരെല്ലാം കൂടെ യോജിക്കുന്നു. ഇതൊക്കെയാണ് നമ്മൾ കണ്ടുവരുന്നത്. ഈ 71 യുദ്ധത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്, 71 യുദ്ധത്തിലാണല്ലോ നമ്മൾ ഈ പാകിസ്ഥാൻ്റെ ഒരു എന്താണ് മോർ ദാൻ 50% ടെറിട്ടറി ഇല്ലാതാക്കിയത്. അതെ. അപ്പോൾ അതോടുകൂടി പാകിസ്ഥാൻ നേവിയുടെ ഒരു പൊസിഷൻ ഈ കറാച്ചിക്ക് വടക്കേക്ക് മാറി. പിന്നീട് അവർ ഇങ്ങോട്ട് വന്നിട്ടില്ല. പക്ഷേ ഇപ്പോൾ അവരിങ്ങോട്ട് വരാനുള്ള ശ്രമം നടത്തുകയാണ്. അതെ. അപ്പോൾ അവർക്ക് കരമാർഗമോ എയർഫോഴ്സ് മാർഗമോ അവർക്ക് ഇപ്പോൾ കാർഗിൽ അവർ നോക്കിയത് ഒരു ആർമി ടാക്ടിക്സ് ആണ് നോക്കിയത്. അത് പരാജയപ്പെടുത്തി. നമ്മളത് എയർഫോഴ്സിനെ കൂടുതൽ ഉൾപ്പെടുത്തി അത് പരാജയപ്പെടുത്തി. അപ്പോഴും ഈ പറഞ്ഞ പോലെയാണ് ആ യുദ്ധത്തിലാണ് നമുക്ക് കാർഗിൽ യുദ്ധത്തോടെയാണ് ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു രാജ്യം ഇന്ത്യയുടെ ഡിഫൻസ് രംഗത്തോട്ട് വരുന്നത്. ആ ഒരു ക്രിട്ടിക്കൽ മൂവ്മെൻറ്റിൽ ഇന്ത്യയെ സഹായിച്ചതോടെയാണ് നമ്മൾ ഇസ്രായേലുമായിട്ടുള്ള സൈനിക ബന്ധങ്ങൾ നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്യുന്നത്. അപ്പോൾ ഓരോ യുദ്ധവും നമുക്ക് പുതിയ ശത്രുക്കളെയും പുതിയ മിത്രങ്ങളെയും സമ്മാനിക്കുന്നു എന്നുള്ളതാണ് ഓരോ യുദ്ധത്തിൻ്റെയും പ്രത്യേകത. ഇപ്പോൾ ഈ അന്തർവാഹിനികളുടെ എണ്ണം പാകിസ്ഥാൻ വർദ്ധിപ്പിക്കുന്നു. അവർക്ക് 6 or 7 അന്തർവാഹിനികൾ ഇനിയിപ്പോൾ ചൈന നിർമ്മിച്ച് നൽകുകയാണ്. അപ്പോൾ ആ രംഗത്ത് ഇപ്പോൾ ഈ സബ്മറൈൻസിൻ്റെ രംഗത്ത് ഇന്ത്യക്ക് വ്യക്തമായ മേൽക്കൈ ഉണ്ടോ? ഇപ്പോൾ ഈ കോമൺ ശത്രുക്കളെ ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ ഇത് 3 പേരെ എടുത്താലും അല്ല. ഇപ്പോൾ നരേന്ദ്രമോദി സർക്കാരിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രത്യേകത അവരെ അധികാരത്തിൽ വന്നത് തൊട്ട് സ്വയം പര്യാപ്തതയ്ക്ക് വേണ്ടിയിട്ടുള്ള അതിന് വേണ്ടിയിട്ട് എന്ത് വിട്ടുവീഴ്ചയും നമ്മൾ ചെയ്യും എന്നുള്ള രീതിയിലോട്ട് പോയിരിക്കുകയാണ്. ഇപ്പോൾ തന്നെ എയർഫോഴ്സ് വാങ്ങാൻ വേണ്ടിയിട്ട് തീരുമാനിച്ച റഫാൽ വിമാനങ്ങൾ പോലും അതിൽ ഇന്ത്യൻ കണ്ടൻറ്റ് കുറവാണെങ്കിൽ വാങ്ങണ്ട എന്നുള്ള രീതിയിൽ പോലും ഇന്ത്യ തീരുമാനിക്കുന്ന അത്രയ്ക്ക് ഒരു സ്ട്രോങ് ആയിട്ടുള്ള, അതായത് ആത്മനിർഭർ ഭാരത് അല്ലെങ്കിൽ സ്വയം പര്യാപ്തത എന്നുള്ള രീതിക്ക് അല്ലാതെ നമ്മളൊന്നും ചെയ്യില്ല എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധിയിലോട്ട് ഇന്ത്യ പോവുകയാണ്. അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡിസൈൻ ചെയ്ത നമ്മളിലുള്ള ആയുധങ്ങൾ ശകലം ഇൻഫീരിയർ ആണെങ്കിൽ പോലും അതിൻ്റെ പുറത്ത് നമുക്ക് പൂർണ്ണമായിട്ടുള്ള കൺട്രോളുണ്ട്. ശത്രുവിന് അത് തീർത്തും അപരിചിതമായ ഒരു ആയുധമായിരിക്കും. അതെ. മാത്രമല്ല ഇപ്പോൾ F-16 എന്നൊരു വിമാനത്തെയാണ് നമ്മൾ MiG-21 ഉപയോഗിച്ചിട്ട് നമ്മൾ വെടിവെച്ചിട്ടത്. കാര്യം F-16 അവർക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ പോലും അതിൻ്റെ പുറത്തുള്ള പൂർണ്ണമായിട്ടുള്ള കൺട്രോളോ അല്ലെങ്കിൽ അതിൻ്റെ പാർട്സോ സർവീസോ ഒന്നും അമേരിക്ക ഒരു രാജ്യത്തിനും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് ശരി. അവരുടെ മാത്രമേ അതുള്ളൂ. അപ്പോൾ ഈ സഖ്യകക്ഷികൾക്ക് പോലും കൊടുത്തിട്ടില്ല. ഇല്ല, ഇവരതിൻ്റെ പാർട്സിൻ്റെ ഒക്കെ പുറത്ത് അവർക്ക് എപ്പോഴും കൺട്രോൾ ഉണ്ടാവും. അവർ പാർട്സ് കൊടുത്തില്ലെങ്കിൽ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇപ്പം ഈ സഖ്യകക്ഷികൾക്കൊന്നും ഇപ്പം നമ്മൾ Su-30 ഇന്ത്യയിൽ നിർമ്മിക്കുന്നുണ്ട്, അതേപോലെ ഇത് നിർമ്മിക്കാനുള്ള റൈറ്റ് അവർ കൊടുക്കാറില്ല. അപ്പോൾ ഇവർക്കെല്ലാം ഈ സാധനങ്ങളെല്ലാം ഉണ്ടെന്ന് വെച്ചാൽ കുട്ടികൾ കളിപ്പാട്ടങ്ങൾ ഇങ്ങനെ കൂട്ടി വച്ചിട്ട് ചിരിക്കുന്നത് പോലെ ചിരിക്കാമെന്നുള്ളതല്ലാതെ ഇത് നമുക്ക് കൃത്യമായിട്ട് ഉപയോഗിക്കാനോ ഈവൻ അവരുടെ ന്യൂക്ലിയർ നമ്മൾ ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ കണ്ടാണ് അവരുടെ ന്യൂക്ലിയർ ഫെസിലിറ്റീസ് പോലും മെയിൻറ്റെയിൻ ചെയ്യുന്നതും കൺട്രോൾ ചെയ്യുന്നതും അമേരിക്കയാണെന്നുള്ളത് കാര്യം ഒരു ശക്തമായിട്ടൊരു രീതിയിൽ പുറത്തു വന്ന ഒരു സമയമാണ്. കാര്യം അവരിൽ സ്വന്തമായിട്ട് യാതൊന്നുമില്ല. അവർ അധ്വാനിച്ചോ വേർത്തോ നേടിയതല്ല അവർക്കുള്ളതെല്ലാം. അവർ പല രീതിയിലും പലരെയും പറ്റിച്ചിട്ടും തട്ടിച്ചിട്ടും ഒക്കെ ഉള്ള കാര്യങ്ങളാണ്. ഇപ്പോൾ തന്നെ നമ്മൾ കാണുന്നുണ്ട് ഇറാനുമായിട്ട് സഖ്യം ഉണ്ടാക്കിയെന്ന് പറഞ്ഞതിൻ്റെ പിറ്റേന്ന് അവിടെ ദീപാവലിയായിരുന്നു.
അസീം മുനീറിനെ പറ്റിയിട്ട് ഇപ്പോൾ മിണ്ടാനേ ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ ഡിഫൻസ് ഡിപ്ലോമാറ്റായിട്ട് നടന്ന ആളായിരുന്നു അസീം മുനീർ. ട്രംപിനെക്കാളും ഒരുപടി മുകളിലാണെന്ന് ചിന്തിച്ചിരുന്ന ആൾ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ഫോട്ടോ പോലും മീഡിയയിൽ കാണാറില്ല എന്നുള്ളതാണ്. ജീവിച്ചിരിപ്പുണ്ടോയെന്ന് പോലും അറിയത്തില്ല. കാര്യം അത്രയ്ക്ക് ദയനീയമായിട്ടുള്ള അവസ്ഥ. അപ്പോൾ അവരോടുള്ള, ഞാൻ പറഞ്ഞില്ല, ഈ കഴിഞ്ഞ യുദ്ധത്തോടെ നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ നാട്ടിൻപുറത്തൊരു ചൊല്ലുണ്ടല്ലോ, ചെമ്പ് പുറത്തായി എന്ന് പറഞ്ഞ പോലെ, ഈ പാകിസ്ഥാൻ്റെ ചെമ്പ് പുറത്തായ ഒരു യുദ്ധമാണ് 71-ന് ശേഷം ഒരു മേജർ യുദ്ധം വരുന്നത് ഈ ഓപ്പറേഷൻ സിന്ദൂറാണ്. ഇപ്പോഴാണ് നമുക്ക് മനസ്സിലായത് അവരുടെ സ്ട്രെങ്ത് എന്താണ്, നമ്മുടെ സ്ട്രെങ്ത് എന്താണ്, ത്രെട്ട് എന്താണ് ഒക്കെ മനസ്സിലാക്കിയത് നമ്മളിപ്പോഴാണ്. അതുകൊണ്ട് പാകിസ്ഥാനെ നമുക്കൊരു വലിയ ഒരു ത്രെട്ടായിട്ട് നമ്മൾ കണക്കാക്കുന്നില്ല. അവരിൽ ന്യൂക്ലിയർ പവർ ഉണ്ടെന്ന് പറഞ്ഞാൽ ആ ന്യൂക്ലിയർ പവർ പോലും അവരുടേതല്ല, അമേരിക്കക്കാരുടെ എന്നാണ് നമ്മളൊക്കെ ഉറച്ചു വിശ്വസിക്കുന്നത്. അവർ വിചാരിച്ചാലേ അതിനകത്ത് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ പ്രോജക്റ്റ് വർഷ അല്ലേ, അത് കംപ്ലീറ്റ് ആയോ? അല്ല, വർഷ ഏകദേശം കംപ്ലീറ്റ് ആയ, ഒരു കമ്മീഷനിങ്ങിലോട്ട് പോയിക്കൊണ്ടിരിക്കുക. INS വർഷ. അത് അതിൻ്റെ ഇപ്പം ഇത്തരം കാര്യങ്ങൾ ഒരുപാട് നമ്മൾ പബ്ലിക്കായിട്ട് പറയാറില്ല. അത് ഏകദേശം അതിൻ്റെ വർക്ക് തീർന്നു എന്നുള്ളത് തന്നെയാണ് നമുക്കുള്ള കൺസെപ്റ്റ്. പിന്നെ അതിനകത്ത് ഈ കമ്മീഷനിങ്, ഈ ലോഞ്ചിങ്ങും കമ്മീഷനിങ്ങും തമ്മിൽ കുറച്ച് സമയമുണ്ട്. കാര്യം ഇത് ഒരുപാട് ഓടിക്കഴിഞ്ഞതിന് ശേഷമേ 3-4 വർഷം കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും കമ്മീഷനിങ് നടക്കുന്നത്. ഇപ്പോൾ തന്നെ മഹേന്ദ്രഗിരി 2022 ലോഞ്ച് ചെയ്തതാണ്, 26-ലാണ് കമ്മീഷൻ ചെയ്യുന്നത്. കാര്യം അത് നമ്മൾ വിമാനത്തിൻ്റെ എയർ വർത്തിനെസ് സർട്ടിഫിക്കറ്റ് പോലെ ഇത് കപ്പൽ കടലിൽ വർഷങ്ങളോളം ഓടിയതിന് ശേഷമേ അതിൻ്റെ എല്ലാ രീതിയിലുള്ള കപ്പാസിറ്റിയും ചെക്ക് ചെയ്ത് എന്തെങ്കിലും എറേഴ്സ് ഉണ്ടോ എന്നൊക്കെ നോക്കിയതിന് ശേഷമേ അത് ഒരു കമ്മീഷൻ ചെയ്യത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ INS വർഷ ഏകദേശം ഒരു കംപ്ലീറ്റിംഗ് സ്റ്റേജാണ്, അല്ലെങ്കിൽ അവർ അനൗൺസ് ചെയ്തില്ല. പിന്നെ ഇനി ഇതിൽ ഒരു പ്രോജക്റ്റ് 17A ഒരു ഫ്രിഗേറ്റ് കൂടി മാത്രമേ തീരാനുള്ളൂ. അത് കഴിയുമ്പോഴത്തെ ആ പ്രൊജക്റ്റ് കംപ്ലീറ്റ് ആവും. അപ്പോൾ നമ്മുടെ ഈ അടുത്ത കാലത്ത് എയർഫോഴ്സിൻ്റെ പോലെ തന്നെ നേവൽ ഫെസിലിറ്റീസിൻ്റെ പുറത്തും നമ്മുടെ കൺട്രോള് നമ്മുടെ തന്നെ നിർമ്മിക്കണമെന്നും നമ്മൾ തന്നെ ഡിസൈൻ ചെയ്യണമെന്നും ഒരു 75% അത് നമ്മുടെ കയ്യിൽ തന്നെ ആയിരിക്കണമെന്നും നമുക്ക് വളരെ നിർബന്ധമുണ്ട്. അതുമായിട്ട് ബന്ധപ്പെട്ട് ജർമ്മനിയുമായിട്ടും മറ്റ് രാജ്യങ്ങളുമായിട്ടും എല്ലാം നമ്മൾ ടെക്നോളജി ട്രാൻസ്ഫറും ടെക്നോളജി നോ-ഹൗ ട്രാൻസ്ഫറും ഒക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇത് നമ്മളെ കൺട്രോളിൽ പോകുന്ന കാര്യങ്ങൾ മതി എന്നുള്ള രീതിയിലാണ് നരേന്ദ്രമോദി സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ഈ ടെക്നോളജി ഷോർട്ടേജ് എന്ന് പറയുന്ന കാര്യം വരാൻ സാധ്യതയില്ല. പൂർണ്ണമായും നമ്മൾ ഹോം മെയ്ഡ് എക്യുപ്മെൻറ്റ്സ് ഉപയോഗിക്കുമ്പോൾ അല്ല, ഇപ്പം ഒരു രാജ്യവും പൂർണ്ണമായിട്ടും ഇൻഡിജിനിയസ് എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പലരും ഇതിൻ്റെ ടെക്നോളജിയും പല പാർട്സുകളും ഒക്കെ ഔട്ട്സോഴ്സ് ചെയ്യുന്നുണ്ട്. പക്ഷേ നമുക്ക് പോസിറ്റീവായിട്ടുള്ള കാര്യം 300ഓളം ഡിഫൻസ് സ്റ്റാർട്ടപ്പുകൾ, അത് സ്പേസ് രംഗത്തായാലും നേവൽ രംഗത്തായാലും എയർഫോഴ്സ് രംഗത്തായാലും ഈവൻ നമ്മുടെ ആർമിയുടെ റൈഫിൾസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുന്നതായാലും ടാങ്കുകൾ ഉണ്ടാക്കുന്നതിനൊക്കെ നമ്മൾ 300 ഇപ്പോൾ ഇന്ത്യയിലെ എല്ലാ പ്രമുഖ വ്യവസായ ഗ്രൂപ്പുകൾക്കും സ്വന്തമായിട്ട് ഡിഫൻസ് ഗ്രൂപ്പുകളുണ്ട്. ഇപ്പോൾ അദാനിക്കായാലും റിലയൻസിനായാലും ടാറ്റയ്ക്കായാലും മഹീന്ദ്രയ്ക്കായാലും എനിക്ക് തോന്നുന്നു ഏകദേശം 30ഓളം മുൻനിര കമ്പനികൾക്ക്, ഇന്ത്യയിൽ ലാർസൻ ആൻഡ് ടൂബ്രോ, 30ഓളം മുൻനിര കമ്പനികൾക്ക്, ഗോദ്രേജ്, ഇവർക്ക് എല്ലാവർക്കും സ്വന്തമായിട്ട് ഡിഫൻസ് വിങ് ഉണ്ട്, അല്ലെങ്കിൽ ഡിഫൻസ് കമ്പനീസ് ഉണ്ട്. അപ്പോൾ അവർ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ ആത്മനിർഭർ ഭാരത് 75% എന്ന് പറയുമ്പോൾ അതിൽ 25% മാത്രമേ ഗവൺമെൻറ് സെക്ടറിൽ നിന്ന് വരുന്നുള്ളൂ. ബാക്കി 50% അവർ ഔട്ട്സോഴ്സ് ചെയ്ത് മറ്റ് പ്രൈവറ്റ് കമ്പനികളിൽ നിന്ന് ഔട്ട്സോഴ്സ് ചെയ്ത് അതിൻ്റെ ക്വാളിറ്റി ചെക്കിങ് മാത്രം നടത്തിയിട്ട് സാധനങ്ങൾ ഇൻഡക്റ്റ് ചെയ്യുന്ന ഒരു രീതിയിലോട്ടാണ് പോകുന്നത്. ഇത് വേ ബാക്ക് പറയുകയാണെങ്കിൽ 1995 ഇന്ത്യൻ എയർഫോഴ്സ് ഒരു ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡിജിനൈസേഷൻ തുടങ്ങിയായിരുന്നു നരസിംഹറാവുവിൻ്റെ ആ സമയത്ത്. ഞാനും അതിനകത്ത് ഒരു ഭാഗമാകാനുള്ള ഭാഗ്യം ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അന്ന് തൊട്ട് 95 തൊട്ടേ ഉള്ള നമ്മുടെ ഒരു ത്രൈവിങ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ സാധനങ്ങൾ നമ്മൾ ഇൻഡിജിനൈസ് ചെയ്യുക എന്നുള്ളതാണ്. അത് നമ്മളിപ്പോൾ ഒരു 75%, അന്ന് 5 to 10% ആയിരുന്നെങ്കിൽ ഇന്ന് അത് 75%-ലോട്ട് എത്തി നിൽക്കുന്നു എന്നുള്ളതാണ് കഴിഞ്ഞ 30 വർഷം കൊണ്ട് ഉണ്ടായിട്ടുള്ള വ്യത്യാസം. ഈ സ്വകാര്യ മേഖല ഇപ്പോൾ മിസൈൽ നിർമ്മാണം സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള ഒരു തീരുമാനം എടുത്തിട്ടുണ്ട് കേന്ദ്ര സർക്കാർ. അപ്പോൾ ഈ തേജസിൻ്റെ ഒക്കെ ഒരു ഡിലേ ഉണ്ടല്ലോ, ഇതൊക്കെ പരിഗണിച്ചാണ് അല്ലേ ഈ ഇതിലേക്ക് പോകുന്നത്? അതോ അവസരങ്ങൾ അല്ല, അതിൻ്റെ ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ HALനെ സംബന്ധിച്ചിടത്തോളം DRDO കൊടുത്ത പ്രൊജക്റ്റുകളിൽ വളരെ കുറച്ച് മാത്രമേ അവർക്ക് ചെയ്യാൻ സാധിച്ചിട്ടുള്ളൂ. കാര്യം അത് പറ്റത്തില്ല. നമ്മൾ ഈ HAL എന്ന് പറഞ്ഞ ഒരു മുതുകാളയാണ്. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് യങ് ബ്ലഡ്സ് വരുന്നില്ല, ഒരു എസ്റ്റാബ്ലിഷ്മെൻറ്റുകൾ ഒരുപാടുണ്ട്.
അത് വിഭജിക്കാൻ വേണ്ടിയിട്ട് പല പ്രാവശ്യം ഗവൺമെൻറ് ആലോചിച്ചാണ്. എന്തായാലും HAL അതിന് കൊടുക്കുന്ന ടാർഗറ്റുകൾ കറക്റ്റ് സമയത്ത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല. ഒന്ന്, അവരുടേതായ കുഴപ്പങ്ങളുണ്ട്. രണ്ട്, ഇപ്പം GE പോലുള്ള അമേരിക്കൻ കമ്പനികൾ അവർക്ക് കൊടുക്കാമെന്ന് പറയുന്ന സാധനങ്ങൾ സമയത്തിന് കൊടുക്കുന്നില്ല. ഇപ്പം ഇതിൻ്റെ തേജസിൻ്റെ തന്നെ 6th എഞ്ചിൻ വന്നപ്പോഴത്തേക്ക് അതിൽ എറേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ നോക്കുമ്പോൾ അമേരിക്ക നമ്മളെ സംബന്ധിച്ചോളം ഡിഫൻസ് രംഗത്ത് ഒരു വിശ്വസ്തനായ ഒരു പാർട്ണർ അല്ല, നമുക്കൊരു ട്രസ്റ്റഡ് പാർട്ണറല്ല. ഈ GE അമേരിക്കൻ കമ്പനിയാണ്. GE അമേരിക്കൻ കമ്പനിയാണ്. അപ്പം ലോകത്ത് ഈ വിമാന എഞ്ചിനുകളുടെ കുത്തക ഒരു 3-4 കമ്പനികൾക്കാണ്. GE, റോൾസ് റോയ്സ്, കുറച്ച് റഷ്യൻ കമ്പനികൾ, ഫ്രാൻസ്, ഇങ്ങനെയൊക്കെ. അപ്പം നമ്മൾ ഇത്രയും കാലം റഷ്യൻ വാങ്ങിച്ചുകൊണ്ടിരുന്നു. അപ്പം നമ്മൾ പുതുതായിട്ടൊരു വിമാനം ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പെട്ടെന്ന് ആശ്രയിച്ചത് GE ആണ്. GE നമുക്ക് നല്ല രീതിയിൽ പണി തന്നിട്ടുണ്ട്. അപ്പം GE കംപ്ലീറ്റ് ഒഴിവാക്കിയിട്ട് റോൾസ് റോയ്സുമായിട്ടും സഫ്രാൻ എന്ന് പറഞ്ഞ ഫ്രഞ്ച് കമ്പനിയുമായിട്ടൊക്കെ നമ്മൾ തയ്യാറെടുക്കുന്നുണ്ട്. പ്ലസ് നമ്മുടെ തന്നെ ഈ പഴയ ഒരു കാവേരി പ്രൊജക്റ്റ് അത് റീ എഞ്ചിനീയറിങ് ചെയ്തെടുത്താലെന്തെന്ന് നമ്മൾ ആലോചിച്ച് പോകുന്നുണ്ട്. കാര്യം അത്രയും വലിയ ഡിലേസാണ്. നമ്മൾ തേജസ് നമ്മൾ ഉദ്ദേശിച്ച രീതിയിലൊന്നും നമുക്ക് എത്താൻ പറ്റിയിട്ടില്ല. ഷെഡ്യൂളുകളെല്ലാം മുടങ്ങിക്കിടക്കുകയാണ്. വമ്പൻ മാറ്റങ്ങളാണ് രാജ്യസുരക്ഷാ മേഖലയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. അതാണ് അതിൻ്റെ ഒരു ഭാഗം മാത്രമാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. നമസ്കാരം.